ഹലോ എവരി വൺ, ഇറ്റ്സ് മീ മിസ്റ്റർ ക്രിയേറ്റർ ആൻഡ് വെൽക്കം ടു 50 ഡേയ്സ് ഓഫ് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നേരെ എന്താ വെച്ചാൽ പറഞ്ഞാൽ ഫേസ്ബുക്കിൽ എന്തായി നമ്മുടെ റിസൾട്ട്, നമ്മൾ ആഡ് റൺ ചെയ്തിട്ട് എന്തായി റിസൾട്ട് കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഒരു കോൾ വെരിഫൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കറക്റ്റ് കവർ ചെയ്തു. പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ റോപ്പോസിൽ എങ്ങനെ ഓർഡർ മാനേജ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഭാഗങ്ങളാണ്, ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്, അവിടെ പോയി നിങ്ങൾ നോക്കേണ്ടതാണ്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആഡ് റൺ ചെയ്യുന്നുണ്ട്. ആ ആഡ് റൺ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണ് വിന്നിങ് പ്രൊഡക്റ്റ് എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, അതേപോലെ ഏത് തരത്തിലുള്ള പ്രൊഡക്ട്സാണ് സ്കെയിലപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ വെച്ചിട്ട് ചില കാര്യങ്ങൾ വെച്ചിട്ട് ഏകദേശം ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയാസാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ആ ഐഡിയാസ് വേണ്ടിയിട്ട് നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കഴിഞ്ഞ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ചെയ്ത് സെറ്റപ്പായ കാര്യങ്ങൾ. പക്ഷേ ഈ ഒരു സാധനം വെച്ചിട്ട്, കാരണം ഞാൻ ആകെ 2-3 ദിവസമേ ഓടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പഴയ ഒരു വെബ്സൈറ്റിൽ ഇതേപോലെ ഞാൻ കുറേ പ്രൊഡക്ട്സ് റൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആഡ് സ്പെൻഡ് കാര്യങ്ങളും അതിൽ വന്ന ഓർഡേഴ്സിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ കാണുന്നത്. ഞാൻ ഒന്നുകൊണ്ട് റീലോഡ് ചെയ്ത് തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആ ഒരു കാരണം കൂടി നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഇതിൽ എങ്ങനെയാണ് വിന്നിങ്, ഏതൊക്കെ മെട്രിക്സാണ് നമ്മൾ നോക്കേണ്ടത്, ഫേസ്ബുക്ക് ആഡ്സിന് ഏതൊക്കെ മെട്രിക്സ് നോക്കിയിട്ടാണ് നമ്മൾ വിന്നിങ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞുതരാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ അത് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ്. അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, പഴയ വെബ്സൈറ്റിൻ്റെ ആഡ് മാനേജർ വെച്ചിട്ടായിരിക്കും ഞാൻ ഈ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ പറ്റുന്നത്. കാരണം മറ്റേത് ഞാൻ പറഞ്ഞ പോലെ 5 ദിവസമൊക്കെ 2-3 ദിവസമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ ആഡ് ഓടിയിട്ടില്ല. എന്നാലും ഞാനിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വിന്നിങ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള മെട്രിക്സ് കാര്യങ്ങൾ എങ്ങനെയാണ് ഫേസ്ബുക്കിൽ നിന്ന് കണ്ടുപിടിക്കുക. ഇത് കറക്റ്റ് ഒരു ആവറേജ് മെട്രിക്സ് ആണ്. ഇതിൽ ഒരു ആവറേജ് വാല്യൂസ് ആയിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. കറക്റ്റ് ആവണമെന്നില്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇതൊക്കെ നോക്കി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷൻസ് പ്രകാരം അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ, മീൻസ് ക്ലോസ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ വിന്നിങ് പ്രൊഡക്റ്റ് ആണോ എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ള മെട്രിക്സ് ആണ്. അല്ലാതെ ആഡ് പോസ്റ്റ് ചെയ്യണം ക്ലോസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ സെയിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ലോസ് ചെയ്യുക. മിനിമം ഒരു 5 ദിവസത്തെ ഇത് പ്രകാരമാണ് ഇത് കണ്ടുപിടിക്കാൻ നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടോ സെയിൽസ് വന്ന ഏതൊക്കെയാണ് നോക്കാം. നമുക്ക് പർച്ചേസ് വന്നിട്ടുള്ളത് ഞാൻ പെട്ടോ, ഒരു നാഷണൽ ട്രിപ്പ് വന്ന 10 എണ്ണം വന്നിട്ടുണ്ട്. പിഗ്ഗി ബാങ്ക് 29 ഉണ്ട്. നാഷണലിൻ്റെ 20-29 വേറൊരു വേർഷൻ വരും. അപ്പോൾ ഫസ്റ്റ് നോക്കേണ്ട മെട്രിക്സ് എന്ന് പറയുന്നത് CPM ആണ്. കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻസ് പറഞ്ഞ സാധനമാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട CPM. അല്ലാതെ നമ്മുടെ പാർട്ടി CPM അല്ല, കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻ എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിലെങ്ങനെയാണ് ചെയ്തത് നോക്കേണ്ടത് വെച്ചാൽ, ഇവിടെ എപ്പോഴും മാക്സിമം 90 റുപ്പീസ് കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻ വരാൻ മാക്സിമം നോക്കുക. കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻ നോക്കുന്നത് 1000 പേരെ ഇംപ്രഷൻസ് കൊണ്ടുവരാൻ നോക്കി ഫേസ്ബുക്ക് ഒരാൾക്ക് സ്പെൻഡാക്കിയ എമൗണ്ടിനെയാണ് കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻസ് CPM. അപ്പോൾ ഇതിൽ എപ്പോഴും 90 റുപ്പീസിൻ്റെ താഴെ ആവാൻ മാക്സിമം നോക്കുക. 90 റുപ്പീസ് മാക്സിമം എന്ന് പറയുന്നത്. പക്ഷേ അത് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് 90 എത്തിയില്ലെങ്കിൽ ക്ലോസ് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനത്തെ 3-4 മെട്രിക്സ് ഞാൻ പറയും. ആ 3-4 മെട്രിക്സിൻ്റെ ഒരു ആവറേജ് നോക്കിയിട്ട് ഏതൊക്കെ റേഞ്ചിൽ ഓക്കെയാണ്, 1-2-3 ഓക്കെ ആയി വരുന്നുണ്ടെങ്കിൽ ആ സാധനം റൺ ചെയ്താൽ നിങ്ങൾക്ക് സ്കെയിലബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ കിട്ടും. പക്ഷേ അതിന് താഴെ അതിൻ്റെ മുകളിൽ കുറേ ഡബിളൊക്കെ ആയിട്ട് വരുന്നെങ്കിലാണ് ക്ലോസ് ചെയ്യേണ്ടത്. അത് വിന്നിംഗ് പ്രൊഡക്റ്റ് അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മെയിൻലി 3 ടൈപ്പ് ഓഫ് വിന്നിംഗ് പ്രൊഡക്ട്സ് ഉണ്ട്. നന്നായിട്ട് സെയിൽ കൊണ്ടുവരുന്ന ഹൈലി വിന്നിംഗ് പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും. രണ്ടാമത് പറയുന്നത് 2-3-4 സെയിൽ പെർ ഡേ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു ചെറിയ വിന്നിംഗ് പ്രൊഡക്റ്റ് ഉണ്ടാവും. പിന്നെ വേറെന്ന് പറയുന്നത് സാധാരണ എന്താ പറയുക മീഡിയം റേഞ്ചിൽ ഒരു ചില ദിവസം 5 എണ്ണം, ചില ദിവസം 1, ചില ദിവസം അങ്ങനത്തെ സംഭവം ഉണ്ടാവും. അപ്പോൾ ഈ സാധനങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. അപ്പോൾ ഫസ്റ്റ് വേണം ഞാൻ പറഞ്ഞാൽ 1000 ഒക്കെ CPM 90 താഴെ. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 10 ഓർഡർ കൊടുന്ന 10 ഓർഡർ കൊടുന്ന സാധനത്തിൻ്റെ CPM എന്ന് പറയുന്നത് 106 രൂപയാണ്. പക്ഷെ 106 മെച്ചാണ്. കാരണം എന്താ വെച്ചാൽ ആലോചിച്ചൊക്കെ ഞാൻ 90 പറഞ്ഞെങ്കിലും 90 to 110 റേഞ്ച് പറഞ്ഞാൽ വലിയ ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഇതും കുഴപ്പമില്ലാത്ത സാധനമാണ്. പിന്നെ അടുത്തുള്ളത് 29 സെയിൽ കൊടുന്ന പിഗ്ഗി ബാങ്കിൻ്റെ അവസ്ഥ നോക്കിക്കോട്ടോ കേട്ടോ, 88 രൂപ. അതായത് 90 താഴെ കറക്റ്റ് വന്നു കേട്ടോ. CPM സെറ്റാണ്. പക്ഷെ അത് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, CPM ഇപ്പോഴത്തെ കേസിൽ കറക്റ്റാണ്, സെറ്റാണ്. അപ്പോൾ അത് നല്ലൊരു രസമുള്ള സാധനമാണെന്ന് മനസ്സിലായി. പിന്നെ അടുത്ത 29 വന്ന നേസലിൻ്റെ കേസിൽ നോക്കുമ്പോൾ നേസലിൻ്റെ കേസിൽ നോക്കുമ്പോൾ 95 രൂപ. അതും കുഴപ്പമില്ലാത്ത റേഞ്ചാണ്. കാരണം വെച്ചാൽ നിങ്ങൾ എന്താ പറയുക 95 എന്ന് പറയുമ്പോൾ ആലോചിക്കുക 190 ഒരു 5 രൂപ കൂടുതലെന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ 2 പ്രൊഡക്റ്റ് എനിക്ക് 29 സെയിൽ കൊടുന്നപ്പോൾ തന്നെ കണ്ടോ 1000 ഇംപ്രഷൻസ് CPM റേറ്റ് 90 റേഞ്ചിലേക്ക് എത്തി.
അപ്പോൾ ഈ രണ്ടാണ് എനിക്ക് വിന്നിങ് പ്രൊഡക്റ്റ് ആണെന്നുള്ളതിന് ഫസ്റ്റ് ക്രൈറ്റീരിയ ഓക്കെയാണ്. ഇനി സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ക്ലിക്ക് ത്രൂ റേറ്റ് ആണ്, CTR ആണ്. ക്ലിക്ക് ത്രൂ റേറ്റ് വേണം നോക്കിക്കഴിഞ്ഞാൽ യൂണിക് ഔട്ട്ബൗണ്ട് ക്ലിക്ക് ത്രൂ റേറ്റ് കാണാൻ പറ്റും. ഇനി അത് അറേഞ്ച് ചെയ്യുന്ന സാധനങ്ങൾ പറഞ്ഞാൽ ഞാനിവിടെ ഇകോം എന്നുള്ള രീതിയിൽ സെറ്റാക്കി വെച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇതിൽ ഓരോന്ന് വന്നിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് സെറ്റാക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ കണ്ടോ ക്ലിക്ക് ത്രൂ റേറ്റ് ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഇങ്ങനെ അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ ഇതിൻ്റെ ബേസിൽ ഒരു വീഡിയോ തന്നെ ഞാൻ ഇറക്കി തരാം. കുറച്ച് പണിയേ ഉള്ളൂ, എന്നാലും പറഞ്ഞുതരാം ഓരോ നേരെ ഏതൊക്കെ വെക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ യൂണീക്ക് ക്ലിക്ക് ത്രൂ റേറ്റ്, രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ക്ലിക്ക് ത്രൂ റേറ്റ് അറ്റ്ലീസ്റ്റ് 1% വേണം. അത് 1% മിനിമം വേണം, എന്നാലേ എന്താ പറയുക നമ്മൾ അതിനൊരു വിന്നിങ് പ്രൊഡക്റ്റിൻ്റെ ക്രൈറ്റീരിയയിൽ പെടുത്താൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന പോലെ 3 നല്ല സെയിൽസ് കൊടുക്കുന്ന സാധനങ്ങൾ നോക്കാം. 10 സെയിൽ കൊടുക്കുന്ന ഫസ്റ്റ് വേണതിൻ്റെ ക്ലിക്ക് ത്രൂ റേറ്റ് എത്ര? 0.80 ഉള്ളൂ. അതായത് 0.20 കുറവാണ്, അറ്റ്ലീസ്റ്റിൻ്റെ ആ ലെവലിൽ എത്തിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, 0.80 എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ നമുക്ക് നോക്കിയേക്കാം 29 രൂപ. നമ്മൾ നേരത്തെ ഓക്കെ 2 ഈ 29 കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ നോക്കിയേക്കാം 29.90. അവിടെയും അടുത്താണ്, പക്ഷേ അറ്റ്ലീസ്റ്റ് എത്തിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ ഓക്കെ, സെക്കൻഡ് ക്രൈറ്റീരിയ ചെറുതായിട്ടൊരു ബോർഡറിലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യം മനസ്സിലായി തോന്നുന്നു. പിന്നൊക്കെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇൻഡ്യൂഷനാണ്. അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോന്നോരോന്ന് തോന്നും, ഇത് നമുക്ക് വിന്നിംഗ് പ്രൊഡക്റ്റായി തോന്നുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇൻഡ്യൂഷനും കൂടി ഇതിൽ വരുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു തരുന്ന. ഇനി മൂന്നാമത്തെ കൂടി നമുക്ക് നോക്കാം. 29 കൊടുത്ത നേസലിൻ്റെ ക്ലിക്ക് ത്രൂ റേറ്റ് എത്ര നോക്കുക? 1.06. കണ്ടോ, 1.06 എന്ന് പറഞ്ഞാൽ ബോർഡർ കടന്നു. അതായത് ഒന്നിനെപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ആണ്. അപ്പോൾ 1നേക്കാളും കുറച്ച് കൂടി, അപ്പോൾ സെറ്റാണ്. അപ്പോൾ ഈ ഒരു സാധനം അടുത്തെത്തി, ഈ ഒരു സാധനം. അപ്പോൾ ഇത് അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ കേസിൽ CPMൻ്റെ കേസിൽ ഇത് ഓക്കെയാണ്, ഇതും ഓക്കെയാണ്. ക്ലിക്ക് ത്രൂ റേറ്റിനെ എടുത്ത് ഇത് ആൾമോസ്റ്റ് ഓക്കെയാണ്, പക്ഷേ ഇത് ഓക്കെയാണ്. അപ്പോൾ ഇത് 2 ഇത് 1, അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ വെച്ചോട്ടോ. ഇതും ഏകദേശം ഒക്കെ ആൾമോസ്റ്റ് ആണ്, രണ്ടും അടുത്തെത്തിയിട്ടില്ല. ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് CPC ആണ്. CPC എന്ന് പറഞ്ഞ സാധനമാണ് അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് കോസ്റ്റ് പെർ ക്ലിക്ക്. കോസ്റ്റ് പെർ ക്ലിക്കാണ് അടുത്ത് നമുക്ക് നോക്കേണ്ടത്. കേട്ടോ, കോസ്റ്റ് പെർ ക്ലിക്ക് കണ്ടില്ലേ, ഈ സാധനമാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് എപ്പോഴാണെന്ന് അറിയോ? 9 രൂപയുടെ താഴെ ആയിരിക്കണം. 9 രൂപയുടെ താഴെ ആയിരിക്കാം മാക്സിമം. ഇതൊക്കെ ഒരു ആവറേജ് വാല്യൂ ഞാൻ പറയണത്. ഇതിനപ്പുറം ഇപ്പുറമൊക്കെ വരാം, ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഏകദേശം എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ കുറച്ച് റേറ്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. 9 രൂപയുടെ താഴെയാണോ എന്ന് നോക്കണം. കോസ്റ്റ് പെർ ഔട്ട്ബൗണ്ട് ക്ലിക്ക് നോക്കിയേക്കാം. നമുക്ക് ഫസ്റ്റ് ഓരോന്ന് വെച്ചിട്ട് നോക്കിയേക്കാം. ഫസ്റ്റത്തെ 10 രൂപ കൊടുക്കുന്ന സെയിൽ കൊടുക്കുന്ന സാധനത്തിൻ്റെ ഔട്ട്ബൗണ്ട് CTR എത്ര നോക്കാം. ഇതിവിടെ ഇങ്ങനെ നോക്കാനും പറ്റും കേട്ടോ. നിങ്ങൾ ചാർട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 വെച്ച് കമ്പയർ ചെയ്ത് ഇങ്ങനെ നോക്കാനും പറ്റും കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് സെയിൽസ് കൊടുക്കുന്ന സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ അത് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഈ 3 സെലക്ട് ചെയ്യാം. 10, 29 ഇവിടെ ഓക്കെ. ഇത് നമ്മൾ എന്താ വെച്ചാൽ ആദ്യം ഇപ്പോൾ CPM നോക്കിയില്ലേ, ഈ ചാർട്ടിൻ്റെ അവിടെ പോവുക. ഇവിടെ ഒരു ചാർട്ടിൻ്റെ ആരോ മാർക്കുള്ള മുകളിലേക്ക് ആരോ മാർക്കുള്ള ചാർട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഡേ മാറ്റിയിട്ട് ഈ സാധനം മാറ്റി മെട്രിക്സ് മാറ്റിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ കണ്ടോ, ഇവിടെ CTR കണ്ടോ, CTR കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ നേരത്തെ സാധനം വെച്ചാൽ ഇവിടെ സെർച്ച് ചെയ്താൽ മതി. CPM എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് പെർ 100 ഇംപ്രഷൻ ഓരോന്നിനും കാണിക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 3 കൂടി ഒരുമിച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. നല്ലൊരു ഓപ്ഷനാണിത്. ഇങ്ങനെ ചെയ്താലും കുറച്ചുകൂടി മറ്റേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീക്കി ചെയ്യേണ്ടല്ലോ. അപ്പോൾ ഇത് തന്നെ കാണാൻ പറ്റും. കണ്ടോ, നേസൽ സ്ട്രിപ്പിൻ്റെ കേസിൽ കണ്ടോ, ഈ ഒരു സ്ഥലത്ത് കണ്ടോ ആരോ മാർക്ക് വന്നപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും ഏകദേശം CPM മനസ്സിലായി. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പിഗ്ഗി ബാങ്കിൻ്റെ കേസിൽ 88 വന്നു. അതായത് 90 താഴെയാണ്, നല്ലതാണ്. നേസലിൻ്റെ 95 വന്നു, കുറച്ചടുത്താണ്, അപ്രോക്സിമേറ്റ്ലി ആണ്. മറ്റേത് 106 വന്നു, അതും ഏകദേശം അപ്രോക്സിമേറ്റ്ലി ആണ്. ഏകദേശം കുറച്ചും കൂടി അപ്രോക്സിമേറ്റ്ലി കൂടുതലാണ്. എന്നാലും ആ 3 CPMൻ്റെ കേസിൽ 3 ഓക്കെയാണ്. ഇനി അടുത്ത് നമ്മൾ ഉദ്ദേശിച്ചത് ഏതായിരുന്നു നമ്മുടെ ക്ലിക്ക് ത്രൂ റേറ്റ്. മറ്റേ കേസിൽ നോക്കിയൊക്കെ പിഗ്ഗി ബാങ്കിൻ്റെ കേസിൽ 0.92, അതായത് 1% താഴെയാണ്. മറ്റേ നേസലിൻ്റെ കേസിൽ എന്താണ് 1.06 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1നേക്കാട്ട് കൂടുതലാണ്, അവിടെ സെറ്റാണ്. നേസൽ സ്റ്റെപ്പിൻ്റെ കേസിൽ 0.80 ആണ്. ഇനി നമ്മൾ മൂന്നാമത്തെ പറഞ്ഞ സാധനം ആയിരുന്നു CPC, കോസ്റ്റ് പെർ ക്ലിക്ക്. അതുകൂടി നമുക്ക് നോക്കി വെക്കാം. CPC എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കണ്ടോ, കോസ്റ്റ് പെർ ഇങ്ങനെ ചെയ്താൽ മതി, കോസ്റ്റ് പെർ ക്ലിക്ക് ചെയ്യാം. അത് എത്ര വരേണ്ടത് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 90 രൂപയുടെ 9 രൂപയുടെ എന്താ പറയുക മിനിമം 9 രൂപയുടെ അണ്ടർ, മാക്സിമം 9 രൂപയുടെ അണ്ടറിലാണ് വരേണ്ടത്. ഇത് പ്രകാരം നമുക്ക് നോക്കി വെക്കാം. ഒക്കെ 11.46 16 വരേണ്ടത്. മനസ്സിലായോ? ഇവിടെ നോക്കാം കണ്ടോ, 11 വരുന്നുണ്ട്, 17 വരുന്നുണ്ട്, ഇവിടെ ഏകദേശം 12 രൂപ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എന്താ പറയുക, അത് ഏകദേശം 9നേക്കാട്ട് കൂടുതലാണ് വന്നത്. 9നേക്കാട്ട് കൂടുതലല്ല വേണ്ട, 9നേക്കാട്ട് താഴെയാണ് വരേണ്ടത് ഏകദേശം ഞാൻ പറഞ്ഞപ്പോൾ.
അപ്പോൾ ഇപ്പോൾ ഏകദേശം കണ്ടോ മനസ്സിലാവുണ്ട്, ആ റേഞ്ചിൽ വന്നാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും വിന്നിംഗ് പ്രൊഡക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഈ 3 ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞു. ഇത് കറക്റ്റ് എപ്പോഴും ആവണമെന്നില്ല കേട്ടോ. പിന്നെ അടുത്ത് നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പർച്ചേസ് ROS ആണ്. ROS എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ് ആണ്. പക്ഷേ ഇതിൽ യഥാർത്ഥ ROS ഇതല്ല. പക്ഷേ ഫേസ്ബുക്ക് ആഡ് പ്രകാരം നമ്മൾ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യണം അതിനനുസരിച്ച് കിട്ടുന്ന റിട്ടേൺ എത്രയാണ്, സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് കിട്ടുന്ന റിട്ടേണാണ് ROS എന്ന് പറയുന്നത്, റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മളെ കേസിൽ എന്ന് വെച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറി ഫോം വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഫോം വെച്ചുമ്പോൾ കുറേ ഓർഡേഴ്സ് കണ്ടമാനം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഡെലിവറി കൂടുന്നതിനനുസരിച്ച് എന്താ പറയുക, നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി വരുന്നതിനനുസരിച്ച് റിട്ടേൺസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാവില്ല ഒറിജിനൽ ROS. പക്ഷെ നമ്മുടെ ക്യാഷ് ഓൺ ഡെലിവറിയുടെ കേസിൽ എങ്ങനെ വെച്ചാൽ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറിയുടെ കേസിൽ 7x 5x to 7x എങ്കിലും എന്താ പറയുക 5x to 7x എങ്കിലും മിനിമം വേണം, അല്ലെങ്കിൽ 7 to 10x എങ്കിലും മിനിമം വേണം. 7x മിനിമം വേണം, അതായത് ROS. അപ്പോൾ ഇതിൽ നോക്കി നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ പർച്ചേസ് ROS നോക്കി എത്ര നോക്കാം നോക്കിക്കോ, 2.5 1.5 ഇവിടെ 5 എത്തിയിട്ട്, പക്ഷേ ഇവിടെ 3 എത്തിയിട്ട്. പക്ഷേ ഇതെന്തുകൊണ്ടാണ് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റിംഗ് ബേസ് ആയിരുന്നു. ഞാൻ ആഡ് മൊത്തം പോസ് ചെയ്തു, കാരണം ആ ഒരു സ്റ്റോറിന് കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ട് ആഡ്സിനൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വന്ന് ഞാൻ നിർത്തേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറച്ചൊക്കെ കാലം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. എന്നാലും കൂടി കണ്ടോ ഇവിടെ പർച്ചേസ് ROS ഭയങ്കര കുറവാണ്. നമ്മൾ പറഞ്ഞത് 7x 5 to 7x എങ്കിലും വേണം. ഇവിടെ 5x ഒന്ന് മാത്രമേ എത്തിയുള്ളൂ. അപ്പോൾ പിങ്കി ബാങ്ക് മാത്രമാണ് ഇപ്പോൾ ഏകദേശം വിന്നിംഗ് പ്രൊഡക്റ്റ് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ഈ 3 3 2 വന്നുള്ളൂ. പർച്ചേസ് ROS ഭയങ്കര കുറവാണ്. സ്പെൻഡ് ചെയ്തതിനനുസരിച്ചിട്ട് പർച്ചേസ് വന്നുള്ളത് ഭയങ്കര കുറവാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഈ പിഗ്ഗി ബാങ്ക് മാത്രമാണ് നമുക്ക് എന്താ വിന്നിംഗ് പ്രൊഡക്റ്റ് എന്ന് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനിലേക്ക് എത്തിയ സാധനം അത് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ പുതിയ സ്റ്റോറിലെ പിഗ്ഗി ബാങ്കിൽ ഡയറക്റ്റ് ആഡ് ചെയ്തതും നമ്മൾ സെയിൽ തുടങ്ങിയതും. അതാണ് മനസ്സിലായത്. ഇനി അടുത്ത സാധനം എന്താ വെച്ചാൽ, അടുത്തൊരു സാധനം നോക്കുകയാണെന്ന് വെച്ചാൽ CPP എന്ന് പറയുന്നത്. അടുത്ത സാധനം പറഞ്ഞാൽ CPP ആണ്. CPP എന്നാൽ കോസ്റ്റ് പെർ പർച്ചേസ് ആണ്. പക്ഷേ ഇവിടെ CPP എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടില്ല, കോസ്റ്റ് പെർ റിസൾട്ട് ആണ് കോസ്റ്റ് പെർ പർച്ചേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കേസിൽ എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ, കോസ്റ്റ് പെർ പർച്ചേസ് അല്ലെങ്കിൽ കോസ്റ്റ് പെർ റിസൾട്ട് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ 100 രൂപ 110 രൂപ 120 രൂപ ആ റേഞ്ച് പിടിച്ചാൽ മതി. 110 120 രൂപയുടെ റേഞ്ചിൽ പിടിച്ചാൽ 150 മാക്സിമം 150 റേഞ്ചിൽ പിടിച്ചാൽ തന്നെ 150 റേഞ്ചിൻ്റെ എന്താ പറയുക കോസ്റ്റ് പെർ റിസൾട്ട് വരണം. പക്ഷേ ഇവിടുത്തെ കേസിൽ നോക്കിയൊക്കെ 367 ആവുന്ന നോട്ട് സൂട്ടബിൾ. ഇവിടെ കണ്ടില്ലേ 227 വരണം. പക്ഷേ ഇവിടെ കണ്ടോ 159, അതും ഏകദേശം റേഞ്ചിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് കുറേതും കറക്റ്റ് ആ ബോർഡറിലേക്ക് എല്ലാത്തിൻ്റെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ വിന്നിംഗ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ സംഭവം നോക്കിയത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമുണ്ട്, ബ്രേക്ക് ഈവൻ BEROS എന്ന് പറഞ്ഞ സാധനമുണ്ട്, ബ്രേക്ക് ഈവൻ ROS. ഈ ബ്രേക്ക് ഈവൻ ROS എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇത് അതായത് ഒറിജിനൽ ROS നമ്മളെ സ്കെയിലബിലിറ്റി വെച്ചിട്ട് നോക്കുന്ന ഒറിജിനൽ ROS എങ്ങനെയാണെന്നുള്ളത്. ഈ ബ്രേക്ക് ഈവൻ ROS കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട്, ബ്രേക്ക് ഈവൻ ROS ഫൈൻഡർ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ അത് പ്രകാരം ബ്രേക്ക് ഈവൻ ROS എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറയാം. അത് എപ്പോഴും എന്ന് വെച്ചാൽ 1.8 അല്ലെങ്കിൽ 1.8 to 2 റേഞ്ചിൽ പിടിച്ച് വെക്കാൻ നോക്കാം, മാക്സിമം നോക്കണം. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ കോസ്റ്റ് പ്രൈസ് നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുക്കുക, ആ പ്രൊഡക്റ്റിൻ്റെ ബ്രേക്ക് ഈവൻ ROS 2 അല്ലെങ്കിൽ 1.8 to 2 അല്ലെങ്കിൽ 2.5 റേഞ്ചിനുള്ളിൽ പിടിക്കാൻ നോക്കുക. അതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. കോസ്റ്റ് പ്രൈസ് എത്ര നോക്കുക, നിങ്ങൾ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വരുന്ന എമൗണ്ട്, ഇപ്പോൾ എക്സാമ്പിൾ എനിക്ക് വന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത്, അതായത് റോപ്പോസോ ക്ലൗഡിൽ എനിക്ക് പ്രൈസ് വരുന്നത് പ്രൊഡക്റ്റ് വാങ്ങാൻ കോസ്റ്റ് ചെയ്യുന്ന പ്രൈസ് ആണ് 435 വിചാരിക്കുക. ഷിപ്പിംഗ് കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 0 വരുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതും കൂടി കൂട്ടിയിട്ടാണ് കോസ്റ്റ് പ്രൈസ് റോപ്പോസോ ക്ലൗഡ് ആഡ് ചെയ്യണത്. അപ്പോൾ ഇവിടെ 0 നമ്മൾ ഇടുന്നു. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ഷിപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ അതിൻ്റെ ഷിപ്പിംഗ് കോസ്റ്റും കൂടി ഇവിടെ ആഡ് ചെയ്യണം. പിന്നെ സെല്ലിംഗ് പ്രൈസ് ഞാനിപ്പോൾ സെല്ല് ചെയ്യുന്നത് എത്രയാണ്, ഞാനിപ്പോൾ ഇതിൽ സെല്ല് ചെയ്തെന്ന് വെച്ചാൽ 899 ആയിരുന്നു ഇപ്പോൾ പുതിയ സ്റ്റോറിൽ സെല്ല് ചെയ്തത്. പട്ടത്തെ സ്റ്റോറിൽ 999. അതെന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ഈവൻ ROS ആവാൻ വേണ്ടി ചെയ്താണ്. ഞാൻ പറഞ്ഞില്ല വിന്നിംഗ് പ്രൊഡക്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ കേട്ടോ. അപ്പോൾ 899 ഞാൻ ഇപ്പോൾ ഇട്ട സ്റ്റോറിൽ 899 പ്രൈസ്. ഇനി ഗ്രോസ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിൽ നിന്ന് എത്ര മാർജിൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മൈനസ് ഇത്, അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് നമ്മുടെ ഗ്രോസ് മാർജിൻ. അപ്പോൾ ഗ്രോസ് മാർജിൻ 464 വരുന്നുണ്ട്. ഇനി ഇതല്ല ഒറിജിനൽ മാർജിൻ, വേറെ എന്തെങ്കിലും കോസ്റ്റുകൾ ഉണ്ടോ നോക്കണം. അപ്പോൾ RTO വന്നു കഴിഞ്ഞാൽ എത്ര കോസ്റ്റ് വരും ഞാൻ പറഞ്ഞിരുന്നു. റോപ്പോസിൻ്റെ കേസിൽ RTO വന്നു കഴിഞ്ഞാൽ 72 രൂപയാണ് ഒരു പ്രൊഡക്റ്റിന് പോവുക. അപ്പോൾ 72 നമ്മളിവിടെ ഒരു റിട്ടേൺ ഓർഡർ വന്നു കഴിഞ്ഞാൽ 72 രൂപ നമുക്ക് നഷ്ടമാകും അറിയേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 50% ഡെലിവറി റേറ്റ് ഉണ്ടാവുള്ളൂ, അതായത് 50% ഡെലിവേർഡ് ആവേണ്ട, 50% RTO ആവേണ്ട എന്നുള്ള തരത്തിൽ നമ്മളിവിടെ 72 കണക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗ്രോസ് മാർജിൻ, ഇതാണ് 72 RTO കോസ്റ്റ്. പിന്നെ ഓവർ ഹെഡ്സ് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ സ്പെൻഡ് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ചില കേസുകളിൽ ചിലവരുടെ കേസിൽ പാക്കേജിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അങ്ങനത്തെ കേസൊന്നും ഇല്ലെങ്കിൽ ഇവിടെ 0 ഇടുക. പിന്നെ
അങ്ങനെ വരുമ്പോൾ ഈ 72 വരുന്ന RTO പ്രകാരം ഒക്കെപ്പാടെ കൂട്ടി നോക്കുമ്പോൾ നമ്മുടെ റിയൽ മാർജിൻ എന്ന് പറയുന്നത് 392 രൂപയാണ്. മനസ്സിലായോ? 392 രൂപയാണ് നമ്മുടെ റിയൽ മാർജിൻ വരേണ്ടത്. അപ്പോൾ ഏകദേശം കണ്ടോ ബ്രേക്ക് ഈവൻ റോയൽസ് 2.29, 2.5 താഴെ 1.8 to 2.5 ഇടയിലായിരിക്കണം ബ്രേക്ക് ഈവൻ റോയൽസ് വരാൻ കീപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാനിത് കുറച്ചും കൂടി നമ്മൾ കൊടുക്കുന്ന സെല്ലിൻ്റെ പ്രൈസ് കൂട്ടുകയാണെങ്കിൽ ആലോചിക്കും 999 ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഈ ബ്രേക്ക് ഈവൻ ആവറേജിന് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം സ്പെൻഡ് ചെയ്യണോ അത്രത്തോളം. ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റിന് ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റ് സെയിലായി കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടും നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ടും ഈക്വൽ ആവുന്ന കേസസിനെയാണ് ബ്രേക്ക് ഈവൻ ആർഒഎസ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ പറയുക, ഇത്ര എമൗണ്ട് കൊടുത്ത് ആ സെല്ലിംഗ് പ്രൈസ് 999 വെച്ചാൽ നമുക്ക് ബ്രേക്ക് ഈവൻ റോയൽസ് 50% ഡെലിവറി റേറ്റിൻ്റെ കേസിൽ നമുക്ക് ബ്രേക്ക് ഈവൻ റോയൽസ് അങ്ങനെയാണ് വരാൻ ചാൻസ് ഉള്ളൂ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സംഭവം മനസ്സിലായി നിങ്ങൾക്ക്? അതായത് നമ്മൾ ആ പ്രൊഡക്റ്റ് ഇപ്പോൾ കിട്ടിയ നമ്മുടെ കോസ്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ പ്രൈസ് 999 വെച്ചിട്ട് ഈ ബ്രേക്ക് ഈവൻ റോയൽസ് 1.8 2.5 ഇടയിൽ കൊണ്ടുവരണമെങ്കിൽ ഈ പ്രൈസ് 999 ആക്കണം. അപ്പോൾ 999 ആക്കിയാൽ മാത്രമേ നമ്മൾ ആ പ്രൊഡക്റ്റിന് കൊടുക്കുന്ന സ്പെൻഡ് ചെയ്യണ എമൗണ്ട് കറക്റ്റായിട്ട് നമ്മുടെ എന്താ പറയുക ഈക്വൽ ആവുള്ളൂ എന്നുള്ള കേസാണ് ഈ ഒരു കാൽക്കുലേറ്റർ വെച്ച് കണ്ടുപിടിക്കാനുള്ളത്. ഇത് എനിക്കൊരു എന്താ പറയുക, ഞാനൊരു കോഴ്സ് ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കോഴ്സിൽ നിന്ന് എനിക്ക് ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതെന്നോ അതുപോലെ എനിക്ക് കോഴ്സ് ചെയ്തതാണ്. അതുവഴി നിങ്ങൾക്ക് എൻ്റെ കിട്ടിയ അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരികയാണ്. അപ്പോൾ ഇത് പക്കാ കോപ്പിയാണ്, അതായത് ഞാൻ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചുണ്ടാക്കിയതല്ല, ഞാൻ ആൾറെഡി പറയുന്നു. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ അറിഞ്ഞിരിക്കണം വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാവും ലിങ്ക് താഴെ. അപ്പോൾ ഇത് വേണ്ടവർ താഴെ ലിങ്ക് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു സാധനം വെച്ച് നിങ്ങൾ ബ്രേക്ക് ഓവേഴ്സ് കണ്ടുപിടിച്ചാൽ അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്ര പ്രൈസിൽ നിങ്ങൾ വിൽക്കണം, അതായത് വിന്നിങ് പ്രൊഡക്റ്റ് ആയ കാര്യങ്ങളാണ് പറയുന്നത്, ആ സാധനം എത്ര പ്രൈസിന് വിൽക്കുമെന്ന് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മളിപ്പോൾ വിന്നിങ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. ഇനി സ്കെയിൽ ചെയ്യേണ്ട ഓപ്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല. സ്കെയിൽ ചെയ്യേണ്ടതിന് ഒരു ഓപ്ഷൻ ഉണ്ട്. സ്കെയിൽ ചെയ്യേണ്ട ക്രൈറ്റീരിയസ് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഏകദേശം ബ്രേക്ക് ഈവൻ ROS എത്രയെന്ന് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി. ഇനി സ്കെയിൽ ചെയ്യണോ അതോ ആഡ് സാധാരണ പോലെ കണ്ടിന്യൂ ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൊത്തത്തിൽ 2-3 സിനാരിയോസ് ഉണ്ട്. ഫസ്റ്റ് പറയണമെന്ന് വെച്ചാൽ നമ്മൾ 0 ഓർഡറാണ് വരുന്നതെങ്കിൽ അപ്പം തന്നെ കില്ല് ചെയ്യുക, അതിന് വേറെ നോക്കുക വേണ്ട, അപ്പം തന്നെ കില്ല് ചെയ്യുക. ഇനി നമ്മുടെ ROS, നമ്മുടെ ആക്ച്വൽ ROS 4x, നമ്മളല്ലേ 4 വരികയാണെങ്കിൽ ആ സാധനം സ്കെയിൽ ചെയ്യണം നല്ലതായിരിക്കും. 4 വരികയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ പറഞ്ഞ 7 ആണ് ഒരു വിന്നിങ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. പക്ഷേ 4 എത്തിക്കഴിഞ്ഞാൽ കുറച്ച് എമൗണ്ട് സ്കെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ നല്ലതാണെന്നാണ് ഞാൻ പറയുക. ഇനി ആക്ച്വൽ ROS 2 to 4 ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. റൺ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഒന്ന് സ്കെയിൽ ചെയ്യാനോ ചെയ്യേണ്ട, എമൗണ്ട് കുറയ്ക്കാനോ നിൽക്കേണ്ട, ആ ഒരു എമൗണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ നോക്കുക. ഇനി ആക്ച്വൽ ROS നമ്മളിപ്പോൾ 3-4-5 ദിവസത്തെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടും താഴെ 2x താഴെയാണ്, 2 താഴെയാണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സാധനം അപ്പം തന്നെ കില്ല് ചെയ്യുക. അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ഇനി രണ്ടാമത്തെ കേസസ്, നമ്മൾ ഇത് പറഞ്ഞത് ROS കേസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കേസ് എങ്ങനെയാ വെച്ചാൽ CPP വെച്ചിട്ടാണ്, കോസ്റ്റ് പെർ റിസൾട്ട് അല്ലെങ്കിൽ കോസ്റ്റ് പെർ പർച്ചേസ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. കോസ്റ്റ് പെർ പർച്ചേസ് 90 അല്ലെങ്കിൽ 100 താഴെ ആണെങ്കിൽ ആ സാധനം സ്കെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ആണെന്നുള്ളതാണ് ഒരു ഏകദേശ ധാരണ. പക്ഷേ കോസ്റ്റ് പെർ പർച്ചേസ് 90-ൻ്റെയും 300-ൻ്റെയും ഇടയിലാണ് കിടന്ന് കളിക്കണമെങ്കിൽ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ പോയിക്കോട്ടെ. കുറച്ച് ദിവസം കൂടി നോക്കുക, അങ്ങനെയാണോ ആ സാധനം പോകുന്നുണ്ടോ ഇല്ലയെന്ന്, താഴത്തേക്ക് വരുന്നുണ്ടോ ഇല്ലയെന്നൊന്ന് കുറച്ച് ദിവസം കൂടി ഒന്ന് ചെക്ക് ചെയ്യണം, നല്ലതായിരിക്കും. അപ്പോൾ സ്കെയിൽ ചെയ്യാതെയും എമൗണ്ട് കുറയ്ക്കാതെയും അതേപോലെ കണ്ടിന്യൂ ചെയ്യാൻ വിടുക. ഇനി 300-ൻ്റെ മുകളിലാണ് റേഞ്ച് കിടക്കണമെങ്കിൽ, 300 അല്ലെങ്കിൽ 300-ൻ്റെ മുകളിലാണ് റേഞ്ച് വരുന്നതെങ്കിൽ അപ്പം തന്നെ ആഡ് ക്ലോസ് ചെയ്യുക, അത് നിങ്ങൾക്ക് നഷ്ടമാണ്. ഇനി മൂന്നാമത്തെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലിക്ക് ത്രൂ റേറ്റ് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു റേഞ്ച് സ്കെയിലിങ്ങിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ പറയാം. ക്ലിക്ക് ത്രൂ റേറ്റ് 2% കൂടുതലാണെങ്കിൽ നിങ്ങൾ അത് സാധനം സ്കെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നാണ്, അതിൻ്റെ അർത്ഥം. ഇനി ക്ലിക്ക് ത്രൂ റേറ്റ് ഏകദേശം 0.8 അല്ലെങ്കിൽ 0.75 അല്ലെങ്കിൽ 2% വരെ എൻ്റെ ഇടയിലാണ് കിടന്ന് കളിക്കണമെങ്കിൽ ആ സാധനം കുറച്ച് ദിവസം കൂടി കണ്ടിന്യൂ ചെയ്ത് പോയിക്കോട്ടെ, അതേ റേറ്റിൻ്റെ പ്രൈസ് റേഞ്ചിൽ കണ്ടിന്യൂ ചെയ്ത് പോയിക്കോട്ടെ. താഴ്ത്താനും നോക്കണ്ട, പ്രൈസ് കൂട്ടാനും നോക്കണ്ട, അതായത് സ്കെയിൽ ചെയ്യാനും നോക്കണ്ട, ആ വിധത്തിൽ കണ്ടിന്യൂ ചെയ്ത് പോയിക്കോട്ടെ എന്ന് നോക്കുക. ഇനി ക്ലിക്ക് ത്രൂ റേറ്റ് 0.8 താഴെയാണെങ്കിൽ എന്താ ചെയ്യണമെങ്കിൽ ആ ആഡ് കില്ല് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് അത്ര ആൾക്കാരെ ആ ഒരു ആഡിക്ക് കൊണ്ടുവരാനുള്ള കഴിവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ സാധനം ക്ലോസ് ചെയ്യണം നല്ലത്. ഇനി CPM പ്രകാരം എങ്ങനെയാണ് സ്കെയിൽ ചെയ്യണോ വേണ്ടതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. CPM പ്രകാരം എന്താ പറയുക, ഏകദേശം ഒരു 80 രൂപയുടെ അല്ലെങ്കിൽ 75 രൂപയുടെ താഴെയാണെങ്കിൽ നിങ്ങളത് സ്കെയിൽ ചെയ്യാൻ നല്ല സ്കോപ്പുള്ള സാധനമാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പക്ഷേ അതിൻ്റെ CPM ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ആഡിൻ്റെ CPM എന്ന് പറയുന്നത്
എന്താ പറയുക 70-ൻ്റെയും അല്ലെങ്കിൽ 80-ൻ്റെയും 150-ൻ്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം വെച്ചാൽ കുറച്ച് ദിവസം കൂടി ഓടിച്ചു നോക്കുക. കാരണം സ്കെയിൽ ചെയ്യാനും നിൽക്കേണ്ട, പ്രൈസ് കുറയ്ക്കാൻ നിൽക്കേണ്ട, ഓടിച്ച് നോക്കുക. അതെന്താവുന്നത് നമുക്ക് 2-3 ദിവസം കൂടി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഡിസിഷൻ എടുത്താൽ മതി. മൂന്നാമത്തെ സിനാരിയോ എങ്ങനെ വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 150-ൻ്റെ മുകളിൽ അല്ലെങ്കിൽ 150-150-ൻ്റെ മുകളിലാണ് വരുന്നതെങ്കിൽ ആ സാധനം കില്ല് ചെയ്യാനുള്ള ഓപ്ഷനാണ്. കില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യം മനസ്സിൽ വെക്കുക. അപ്പം ഇങ്ങനത്തെ ഓരോ സിറ്റാരിയും വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ ഒന്ന് മാത്രം കണ്ടുപിടിച്ച് കില്ല് ചെയ്യാൻ നിൽക്കുന്നത്, ഓരോ 3, 4, 5 കമ്പയർ ചെയ്തിട്ട് ഏതിലാണോ കൂടുതലായിട്ട് ആ സാധനം, ഇപ്പോൾ ഒന്നിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ കേസിൽ 3 കറക്റ്റ് ആയിരിക്കും, ഒന്ന് മാത്രം ഫെയിൽഡ് ആവും. ചില പ്രൊഡക്റ്റിൻ്റെ കേസിൽ 2 കറക്റ്റ് ആവും, 2 ഫെയിൽഡ് ആവും. അപ്പോൾ അങ്ങനെ കമ്പയർ നോക്കിയിട്ട് ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങളുടെ എമൗണ്ട് അലോക്കേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലൊരു ഐഡിയ മനസ്സിലാവും ഏതൊക്കെ സ്കെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കറക്റ്റ് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കറക്റ്റ് ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഒരു ഫേസ്ബുക്കിൻ്റെ ഒരു ആഡ് എക്സ്പേർട്ട് ഉണ്ട്. അപ്പോൾ മൂപ്പരെ വെച്ചിട്ട് ഞാനൊരു സീരീസ് ഇതിനെ ബേസിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് ഒരു അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റ് എങ്ങനെയാണ് വിന്നിംഗ് പ്രൊഡക്റ്റിൻ്റെ ഒരു ക്രൈറ്റീരിയ കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായി, ബ്രേക്ക് ഈവൻ ROS എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ നമ്മളെന്താ വെച്ചാൽ സ്കെയിൽ ചെയ്യേണ്ടത് എന്തൊക്കെ ക്രൈറ്റീരിയ നോക്കിയിട്ട് എങ്ങനെയൊക്കെ സ്കെയിൽ ചെയ്യണം, ക്ലോസ് ചെയ്യണം എന്നുള്ള കാര്യവും ഞാൻ ഈ ഒരു വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ സീരീസ് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫസ്റ്റ് ട്രൈ ആണ്, ഈ ഒരു ചാനലിൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ അതിനെക്കാട്ടും ഇമ്പ്രൂവ് ചെയ്ത് ഓരോ പറ്റുവെച്ചാൽ ഞാൻ ഒരു 3 മാസം കൂടുമ്പോൾ 6 മാസം കൂടുമ്പോഴോ ഇതേ ഒരു കണ്ടന്റ് ഞാൻ വേറെ കുറച്ചും കൂടി റിഫൈൻ ചെയ്ത് കൊണ്ടുവരാവുന്നതായിരിക്കും. അപ്പോൾ അതുവരയ്ക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കും ഒക്കെ ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു പ്ലേലിസ്റ്റ് ഷെയർ ചെയ്ത് ബിസിനസ്സിനോട് താല്പര്യമില്ല നിങ്ങളുടെ ഫാമിലി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ.